ഹായ് ഫ്രണ്ട്സ്, കുറച്ച് കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു കേക്കിൻ്റെ വീഡിയോ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ ഏതാണെന്നൊക്കെ അതിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു കേക്കാണ്, ഒപ്പേര കാറ്റലാന എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്തൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിനകത്ത് റെഫറൻസും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കേക്ക് കേൾക്കുന്നതും ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടും ഗൂഗിളിൽ നോക്കിയിട്ടും അങ്ങനെ റെസിപ്പീസ് ഞാൻ കണ്ടില്ല. എൻ്റെ കുഴപ്പമാണോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു റെഫറൻസ് നമുക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒപ്പേര കാറ്റലാന ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എടുക്കേണ്ടത് കുറച്ച് നട്ട്സും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി നട്ട്സ് എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിന് അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും വേണം. അപ്പം നല്ല കാഷ്നട്ട് ഒന്ന് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 നട്ട്സും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പാൻ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ബട്ടർ കട്ട് ചെയ്ത് അതിലിട്ട് കൊടുക്കുക. ഞാൻ ആവശ്യത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേക്ക് നമുക്ക് ചെയ്യേണ്ടത് മൊത്തം 4 കിലോയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ജസ്റ്റ് 1 കിലോയ്ക്ക് താഴെ വരുന്നൊരു കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചില കാര്യങ്ങൾ നമുക്ക് 4 കിലോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു പോകാതെ. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. എല്ലാം നമ്മൾ തണുത്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടർ തണുക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ ആദ്യം കാണിച്ച ബദാം അല്ലെങ്കിൽ ആൽമണ്ട് നമ്മൾ പൊടിപ്പിച്ചതാണ്. കാരണം നമുക്ക് ആൽമണ്ട് പൗഡർ മേടിക്കാൻ കിട്ടും. എനിക്ക് ഹാഫ് kg 400 or 450 അങ്ങനെ എന്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൽമണ്ട് പൗഡർ നമുക്ക് മേടിക്കണമെങ്കിൽ മേടിച്ച് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ചെയ്യുന്ന ആവശ്യത്തിനാണെങ്കിൽ ആൽമണ്ട് പൗഡർ ഇങ്ങനെ പൗഡർ വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് ബദാം പൊടിപ്പിച്ചെടുത്താൽ മതി. പക്ഷേ ബദാം പൊടിപ്പിക്കുമ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ അരഞ്ഞു പോകാതെ സൂക്ഷിക്കും. പൊടിപ്പിച്ച് അത്രേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഹാഫ് കപ്പ് നമ്മുടെ ആൽമണ്ട് പൗഡർ എടുത്തിട്ട് ബാക്കി ഹാഫ് കപ്പ് നമ്മുടെ മൈദ എടുക്കാം. അപ്പോൾ അതാണ് നമ്മളതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 കപ്പ്, ഹാഫ് കപ്പ് ബദാം, ഹാഫ് കപ്പ് നമ്മുടെ മൈദ. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ കപ്പിൽ ശരിയായി വരും. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, അതോടൊപ്പം നമ്മുടെ ഒരു നുള്ളു ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആൽമണ്ട് പൗഡർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്കുമ്പോഴത്തേനും ഈ ഒരു ചെറിയ തരി വരാതെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പൊടിപ്പിക്കുമ്പോൾ എങ്ങനെയായാലും ഇതേപോലത്തെ ചെറിയ തരികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചത് വീട്ടിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് പൊടിപ്പിച്ചിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ കൂടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് ചെയ്യുന്ന ഒരു എന്തിനാണ് ആൽമണ്ട് പൗഡർ മേടിച്ച് സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. കാരണം നമ്മളൊരു മീഡിയം സൈസ് മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 എടുക്കാം. ഇച്ചിരി വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 ധാരാളം മതിയാവും. ഞാനിപ്പോൾ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. മുട്ടയും നമ്മൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. കാരണം ഏതെങ്കിലും ഒരു മുട്ട കേടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ മുട്ട ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 4 മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ച് വേണം നമ്മൾ എപ്പോഴും എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ല് നമ്മുടെ കേക്കിൽ വരും. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പം മുട്ടയുടെ സ്മെല്ല് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ വാനില എസൻസ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മുട്ടയുടെ മണം കേക്കിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിപ്പിച്ച പഞ്ചസാര. അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ചിലർ ഹോൾ ഷുഗർ ആഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ മൊത്തത്തിൽ പഞ്ചസാര ആഡ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യും, തിരിച്ചും വേണമെങ്കിലും ഇടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച പഞ്ചസാരയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മുട്ട അടിച്ച് പതപ്പിച്ച് ഒരു പാകം എന്ന് പറയുമ്പോൾ ഒരു ക്രീം വൈറ്റ് കളറിലേക്ക് മാറും. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ, മെൽറ്റ് ചെയ്ത് തണുപ്പിച്ച ബട്ടർ, അത് ചൂട് ഉണ്ടാകാൻ പാടില്ല. ഒട്ടും ചൂടില്ലാതെ റൂം ടെമ്പറേച്ചറിലായ നമ്മുടെ ബട്ടറും അതിനകത്ത് നമുക്ക് പകുതി ഒലീവ് ഓയിൽ ഓർ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഒലിവ് ഓയിൽ വേണമെങ്കിലും സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അല്ലാത്തതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഒലീവ് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. കാരണം നമുക്ക് മറ്റേനോട് ഒലിവ് ഓയിൽ നമ്മൾ ഒരുപാട് കോസ്റ്റായിട്ട് നമുക്ക് വരും. നമുക്ക് കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൺഫ്ലവർ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത്. കാരണം ഞാൻ മറ്റേ 4 kg ഒലിവ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് അത്രയ്ക്കും ഞാൻ കസ്റ്റമറിന് പറഞ്ഞിട്ട് നമ്മളെ കോസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒലിവ് ഓയിൽ ചേർക്കാനായിട്ട് എളുപ്പം പറ്റിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാം. എന്നിട്ട്
അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഒരു മിനിറ്റ് 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഓയിൽ ഒരു ഓവർ ബീറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാനേ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. വിസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെയും മിക്സ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെ മിക്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീറ്റർ ഉപയോഗിക്കുക. ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്ക് പൊങ്ങി വന്നത് അത്രയും ആ ഒരു സ്ട്രക്ചർ കിട്ടില്ല കേക്കിൻ്റെ. നമ്മൾ പിന്നെ വിസ്കോ അല്ലെങ്കിൽ നമ്മുടെ സ്പാച്ചില ഉപയോഗിച്ച് എപ്പോഴും ഫോൾഡ് ചെയ്യാൻ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ 8 ഇഞ്ചിലും ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അതനുസരിച്ച് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7 ഇഞ്ചിൽ ചെയ്യും. അതല്ല ഹൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 ഇഞ്ചിലും ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റി ക്വാളിറ്റി എവറിത്തിങ് സെയിം ആയിരിക്കും. 1 kg തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓവണിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി നമ്മളൊരു 25 to 35 മിനിറ്റ്സിലാണ് നമ്മൾ ബേക്ക് ചെയ്ത്. ചിലർക്ക് ടൈം വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓവൺ. അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് ഒരു കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിറപ്പ് ഉണ്ടാക്കാമെന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് പഞ്ചസാരയിൽ ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ അതിനകത്തേക്ക് കുറച്ചു ഇത് നമ്മൾ കേക്ക് ഫുള്ള് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ബ്രൂ കോഫി പൗഡർ ആഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ എക്സ്പ്രസോ കോഫിയുടെ പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിനകത്ത് ഇപ്പോൾ തൽക്കാലം ബ്രൂ കോഫിയുടെ പൗഡറാണ് ചെയ്യുന്നത്. എക്സ്പ്രസോ വേണമെങ്കിലും ആഡ് ചെയ്താലേ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എല്ലാം ചെയ്തു പോകുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, കുറച്ച് പൈസയ്ക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രൂ കോഫി ആഡ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസോ കോഫി പൗഡറും ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നല്ലപോലെ നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും എല്ലാം കൂടെ മെൽറ്റ് വരുമ്പോൾ ഈ ഒരു സിറപ്പാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ വേറെ സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് വഴിയേ പറയും. തൽക്കാലം ഇരുന്ന് തണുക്കട്ടെ. അപ്പം ഇനി വേണ്ടത് ഒരു കാരമൽ സോസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പഞ്ചസാര എടുക്കാം. അപ്പോൾ പഞ്ചസാര കാരമൽ എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ഇതേപോലെ കരിഞ്ഞിങ്ങനെ വരും. അതാണ് നമ്മുടെ കാരമൽ സോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ അപ്പോൾ നല്ലോണം മെൽറ്റായി വരും. നമുക്ക് പഞ്ചസാര നല്ലോണം മെൽറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ മാക്സിമം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേ നമ്മൾ കാരമൽ സോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം പഞ്ചസാര വരുമ്പോൾ അതിനകത്തേക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് 2ഉം ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രഷ് ക്രീം വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സെയിം ഒരു കപ്പ് ഫ്രഷ് ക്രീം, ഒരു റൂം ടെമ്പറേച്ചറിലായ ക്രീം നമുക്ക് നല്ലതുപോലെ നമ്മുടെ കാരമൽ പഞ്ചസാരയിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമും അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കഷ്ണം ബട്ടറും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഞ്ചസാര കാരമലൈസ് ചെയ്തു, വിപ്പിംഗ് ക്രീം ഓർ ഫ്രഷ് ക്രീം, അതിലേക്ക് ബട്ടർ ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് തണുത്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ആദ്യമേ കാണിച്ച നമ്മുടെ നട്ട്സ്, കാഷ്നട്ടും ബദാം കൂടെ റോസ്റ്റ് ചെയ്തെടുക്കും. അധികം ഫ്രൈ എണ്ണയും ബട്ടറും ഒന്നും ഉപയോഗിക്കാൻ, ജസ്റ്റ് പാൻ ചൂടാക്കി അതിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അധികം ഫ്രൈ ചെയ്തതിൽ പാടായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കുറച്ച് കാരമൽ സോസ് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കും. നമ്മൾ ആദ്യമേ ചെയ്ത കാരമൽ സോസിന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ചേർക്കാം. എന്നാലും ഈ ഒരു കേക്കിന് ബ്ലാക്ക് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും നമ്മൾ അതിനകത്ത് വിപ്പിംഗ് ക്രീം ആഡ്, ഫ്രഷ് ക്രീമല്ല വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ നട്ട്സ് ഇട്ടിട്ട് നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് കുത്തിപ്പൊടിച്ച് വെച്ചില്ലേ, ആ സാധനമാണ് നമ്മൾ പോയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ നട്ട്സും ചോക്ലേറ്റും നമ്മുടെ കാരമൽ സോസും എല്ലാം കൂടെ ബട്ടറും എല്ലാം ഇതൊരു അടിപൊളി ടേസ്റ്റ്. ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സോക്കിംഗ് സിറപ്പിലേക്ക് 2 സ്പൂൺ റം ഒഴിക്കാം. 2 സ്പൂൺ റം ഒഴിക്കുക. അതായത് നമ്മൾ കോഫി പൗഡർ ഇട്ട് വെച്ച് നമ്മൾ സിറപ്പിലേക്ക് 2 സ്പൂൺ റം ഒഴിച്ച് ഈ സാധനമാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ചിലവർക്ക് റം വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് റം ഇല്ലാതെ ഉപയോഗിക്കും. പക്ഷേ റം ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയും. ഭംഗിയല്ല, ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെയർ ചെയ്തതിന് മുമ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും സെയിം വീഡിയോയിൽ വിപ്പിംഗ് ക്രീമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ലെങ്ത് കൂട്ടണ്ട.
അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്ത് ഒരു സ്ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് കുറച്ച് സ്പീഡ് കൂട്ടി വേണം നമ്മൾ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ക്രീം ഒന്ന് സ്റ്റിഫായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചേക്കുക നമ്മുടെ കാരമൽ സോസ്. അത് ആദ്യം നല്ല ലൂസായിരുന്നു, തണുക്കുമ്പോഴത്തേനും അതിങ്ങനെ കട്ട് ചെയ്ത് വരും. അപ്പോൾ നമ്മളതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ കാരമൽ സോസ് ഒരു 2 സ്പൂൺ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കും. 2 സ്പൂൺ കാരമൽ സോസ് ഇത് നമ്മൾ വിപ്പ് ക്രീമിലേക്കാണ് ഒഴിക്കുന്നത് കേട്ടോ. 2 സ്പൂൺ കാരമൽ സോസ് വിപ്പ് ചെയ്ത് വെച്ച് ക്രീമിലേക്ക് നമുക്ക് 2 സ്പൂൺ കാരമൽ സോസ്. പിന്നെ അതിലേക്ക് നമുക്ക് എക്സ്പ്രസ്സോയുടെ കോഫി പൗഡർ. പിന്നെ നമുക്ക് വരുന്നത് ബൂസ്റ്റ്. ഞാൻ ഹോർലിക്സ് ആഡ് ചെയ്ത് നോക്കി അത്ര ടേസ്റ്റ് വരുന്നില്ല. പിന്നെ ബോൺവിറ്റ് ആഡ് ചെയ്ത് നോക്കി അത്ര ടേസ്റ്റ് വരുന്നത് ബൂസ്റ്റാണ് എനിക്കിത് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഞാൻ ബൂസ്റ്റും നമ്മുടെ കോഫി പൗഡറും കാരമൽ സോസ് ഇത്രയും കൊണ്ട് നമ്മുടെ ക്രീമിലിട്ട് വിപ്പിംഗ് ക്രീമിലിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കും. ഇത് ആഡ് ചെയ്യുന്ന പറഞ്ഞ് ക്രീമിൻ്റെ ടെക്സ്ചർ മാറുമോ അല്ലെങ്കിൽ ലൂസായി പോകുക അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രം എപ്പോഴും കേക്കിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മുട്ട ആയിക്കോട്ടെ, ബട്ടർ ആയിക്കോട്ടെ, എണ്ണ ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള സാധനം. ഇനി ഒന്നുമില്ല, നമ്മൾ ബാക്കി നമ്മൾ ലെയറിൽ കേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ക്രീം ബോർഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കും. നമുക്ക് ആദ്യമേ പറയാം, നമ്മൾ മൊത്തം 4 കിലോ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു. നമ്മൾ ആ കറുത്ത് പൊട്ട് കിടക്കുന്നതെല്ലാം നമ്മുടെ ആൽമണ്ട് ഇതാണ് കേട്ടോ, അപ്പം വേറൊന്നും വിചാരിക്കേണ്ട. എന്നിട്ട് നമ്മൾ ആ സോക്കിംഗ് നമ്മുടെ സിറപ്പില്ലേ, സ്പെഷ്യൽ സിറപ്പില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിന്നൂസ് കേക്കിൻ്റെ സ്പെഷ്യൽ സോക്കിംഗ് സിറപ്പാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ ആ കേക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല. അപ്പം നമ്മൾ നല്ലപോലെ വെറ്റാക്കിയിട്ട് നമ്മുടെ എന്താണ് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ അതേ സെയിം ടേസ്റ്റ് വരുന്ന വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും ഇതിൽ ഹൈലൈറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ക്രീം ഈവനായിട്ട് എല്ലായിടം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സൈഡ് ആദ്യമേ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പോവാം. ഇത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ കേക്കിന് ഇൻ ആൻഡ് ഔട്ട് കൊടുക്കുന്നത്. എപ്പോഴും അകത്തുള്ള ചോക്ലേറ്റും പുറത്തുള്ള ഇതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു എന്താ പറയുക, നമ്മളൊരു വെറൈറ്റി സാധനം എപ്പോഴും അതിനൊരു ഒരു ഓതൻറ്റിക് ടേസ്റ്റിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ റെഡ് വെൽവെറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കേക്കെല്ലാം തിന്നുന്നത്. ഒരു വല്ലപ്പോഴേക്കെങ്കിലും നമ്മൾ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കേക്ക് തിന്നുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് അതിനകത്ത് നമ്മൾ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ചോക്ലേറ്റ്, ആദ്യമേ നമ്മളൊരു ചോക്ലേറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ സാധനം ഫില്ലിങ് കൊടുക്കും. ഇത് എല്ലാ ലെയറിലും ഫില്ലിങ് കൊടുക്കണ്ട. നമ്മളൊരു 4 ലെയർ ചെയ്യുകയാണെങ്കിൽ നടുക്കത്തെ ലെയറിൽ മാത്രം ഫില്ലിങ് കൊടുത്താൽ മതി. എല്ലാ ലെയറിലും കൊടുക്കണം. പക്ഷേ കൊടുക്കുമ്പോൾ ആ ഫില്ലിങ് ഇച്ചിരി കട്ടി തന്നെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്കൊരു പുതുമയാണ് ഇത് കേക്ക് ചെയ്യുമ്പോൾ. മറ്റേ നമ്മുടെ റെഡ് വെൽവെറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ വീഡിയോസ് ആയാലും നമുക്ക് ആരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇത് നമുക്ക് അങ്ങനെ റെഫറൻസ് എടുക്കാനായിട്ടില്ല, നമ്മുടെ സ്വന്തം അതിൻ്റെ പുറത്ത് വന്നൊരു കേക്കാണ്. പക്ഷേ ചെയ്തു വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല റിവ്യൂ തന്നെയായിരുന്നു നമ്മളെ കൊടുത്ത കസ്റ്റമേഴ്സ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റും. ഇപ്പോൾ നമ്മൾ ഇതൊരു ടോൾ കേക്ക് വരുന്നത് ടയർ കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. നമ്മൾ സെയിം എല്ലാം ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് തന്നെ പുറത്തെടുക്കാം. നമ്മളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്യുന്നത്. ഒരു മോൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ വളരെ ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേ. അപ്പം ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കളർ അധികം വേണ്ടാന്ന് പറഞ്ഞു. ആക്ച്വലി കേക്കിന് ഇത്രയും കളർ ഇല്ല. ഞാനത് കളർ ഗ്രേഡിയൻറ്റ് ചെയ്ത് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് കളർ കയറിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു കളർ ഗ്രേഡിങ് കൊടുത്തതാണ്. ഏകദേശം നമ്മൾ ടോപ്പ് ലെയർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബേസ് കേക്കാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെ പുറത്തൊരു വൈറ്റ് നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്, സെയിം റെസിപ്പി, എവറിത്തിങ് സെയിം. ആ സൈസിന് മാത്രമേ വ്യത്യാസമാണ്. ടയർ കേക്ക് ആയതുകൊണ്ട് ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലെയറിലും കൂടെ അത് വൈറ്റ് ക്രീം, നമ്മൾ ആദ്യം ബ്ലൂ ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് വൈറ്റ് ക്രീം ചെയ്ത് അതും ഇത് രണ്ടുമാണ് നമുക്ക്. പിന്നെ ഒരു സ്ക്വയർ കേക്കും കൂടെ ഉണ്ട്. അത് നമ്മളങ്ങനെ ഡിസൈനൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈനൽ വർക്ക് നമ്മൾ ചെയ്തിട്ട് എപ്പോഴും നമ്മൾ നൈഫ് ഒന്നും പാലറ്റായിരുന്നു ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ആ ഒരു എന്താ പറയുക, ആ ഒരു കറക്റ്റ് ഇത് കിട്ടത്തില്ല. ക്ലീൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് ഇനി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇവനെയും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എല്ലാം നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ.
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഇതും സെയിം അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ഡെക്കറേഷൻ മാത്രം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെന്നുള്ളൂ. ആ മറ്റേ കേക്കിൻ്റെ ബ്ലൂ ബേസ് ആയതുകൊണ്ട് ഇതിനും നമ്മൾ അതിനെ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്തും സെയിം റെസിപ്പി തന്നെ കേട്ടോ, അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ സെയിം നേരത്തെ കണ്ട ആ സെയിം ഒപ്പേറ കാറ്റലാന ഫ്ലേവർ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ക്വയർ കേക്കിനും. അപ്പം നമ്മളിത് ഇതിനും ആ സെയിം ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫ്ലവേഴ്സ് മാത്രം നമ്മൾ അതിന് മാച്ചായി നിൽക്കുന്ന രീതിയിൽ ഫ്ലവേഴ്സ്, കുറച്ച് വലിയ ഫ്ലവേഴ്സാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു ഗ്രീൻ ലീഫ് അല്ലെങ്കിൽ ഫ്ലവർ എന്താണെന്ന് വെച്ചാൽ തോന്നിക്കത്തക്ക രീതിയിൽ നമുക്കൊരു സാധനം കൂടെ എൻ്റെ സൈഡിൽ കൊടുക്കാം. ചുമ്മാ അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചാൽ മതി, അല്ല വേറെ കാര്യമൊന്നുമില്ല. ബാക്കി നമ്മൾ ചെറിയ ഇടയ്ക്കൊരു വൈറ്റ് അതും അതിനകത്ത് ഫില്ലിങ്ങിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എവിടെയെങ്കിലും ഒരു സ്പേസ് കിടക്കുന്നുണ്ടെങ്കിൽ വെള്ള നോസിൽ വെച്ച് ഇങ്ങനെ ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ഒരു ഗ്രീൻ വൈറ്റും അതിൻ്റെ ഇടയിൽ റെഡും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. നമ്മളൊരു റെഡ് സ്റ്റാർ നോസിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചെടുത്താൽ ഇതാകുമ്പോഴത്തേനും എല്ലാ ഒരു കളർ ഗ്രേഡിങ് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഒരു റെഡും ഗ്രീൻ വൈറ്റ് ബ്ലൂ അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ്. ഇനി കുറച്ച് നമുക്ക് ഷുഗർ ബോൾസും കൂടെ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിക്കായിട്ട് കൊടുക്കാം. ഇതൊരു 2 kg കേക്ക് തന്നെയാണ്, മറ്റത് 2 kg, ഇപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ 4 kg. അല്ല, നമ്മൾ കാണിച്ചത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരാൾക്ക് കൊടുത്തൊരു കേക്കാണ്. അപ്പോൾ അവർക്ക് അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മതി, ഒലിവ് ഓയിൽ വേണ്ട. അപ്പം ചാർജ് മീൻ ഒലിവ് ഓയിലും ഈ ബാക്കി കാര്യങ്ങളൊക്കെ ടോപ്പ് ക്വാളിറ്റി ആവുന്നതിനനുസരിച്ച് അതനുസരിച്ച് റേറ്റും കൂടും. അപ്പോൾ ഇവർക്ക് ഓൾറെഡി പ്രശ്നമില്ല, എങ്ങനെയായാലും നമുക്ക് നല്ല സാധനം മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത്, മറ്റേ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബേസ് വെച്ച് അതിൻ്റെ പുറത്ത് മറ്റേതിനെ കയറ്റി വെക്കാൻ വേണ്ടി പോകണം. ഇതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ചടങ്ങെന്ന് പറയുന്നത്, ഇവനെ മുകളിൽ വെക്കുക എന്നുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, നമുക്ക് പതുക്കെ ഇവനെ നൈഫിനെ വലിച്ചെടുക്കാം. നൈഫിനെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക വെച്ചാൽ സൈഡിലോ എങ്ങാണ്ടെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടി നമ്മുടെ കയ്യിൽ നിന്ന്. പക്ഷെ നമ്മളെപ്പോഴും ഈ ടയർ കേക്ക് ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും സെറ്റായതിന് ശേഷം മാത്രമേ കേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ടയർ കേക്ക് നേരത്തെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അപ്പോൾ നല്ലപോലെ സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ഡെലിവറി കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ സെറ്റാക്കിയിട്ട് പതിയെ എടുക്കുക. എന്നാലും നമുക്ക് എവിടെയെങ്കിലും ഒരു പണി കിട്ടും ചാൻസ് ഉണ്ട്, ചെറുതായിട്ടത് തട്ടും, എപ്പോഴും അങ്ങനെയാണത്. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടി, എന്നാലും ചെറിയ ഒരു തട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് അല്പം ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഈ കേക്ക് ഒന്ന് ചരിഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മൾ 3 സ്റ്റിക്ക് കുത്തേണ്ട ആവശ്യമില്ല, കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊന്നും പോകുന്നത്. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ബർത്ത്ഡേയുടെ ടോപ്പർ നമ്മൾ വെച്ചിട്ടുണ്ട്. എൻ്റെ പേരൊന്ന് കുത്തി വെക്കണം, കാശി എന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ 2 സ്റ്റാറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബോ കൂടെ അതിനകത്ത് ഫിറ്റ്. ഇതൊരു നമുക്ക് തന്ന ഡിസൈനാണ്, ഇതനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ കേക്ക്. വളരെ സിമ്പിൾ ഡെക്കറേഷനാണ്. പക്ഷേ അവർക്ക് കേക്കിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഡെക്കറേഷനല്ല അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു വൈറ്റ് നോസിലൊക്കെ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. ഒപ്പേറ കാറ്റലാനയുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇതാണ് നമ്മുടെ ടയർ കേക്ക് 2 kg. പിന്നെ ഒരു സ്ക്വയർ കേക്ക് നമ്മൾ ഓൾറെഡി നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു സ്ക്വയർ കേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ചിലവ് ആണ്, നമുക്ക് ഇച്ചിരി പണി കൂടുതൽ, എന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതല്ല, ആർക്കെങ്കിലും ഓർഡേഴ്സ് തരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോയുടെ സൈഡിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതായത് നമ്മുടെ ചാനലിൻ്റെ എബോട്ടിൽ പോയാലും നമ്മളെല്ലാ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാ പേജിൻ്റെയും ഓൺലൈൻ ഹാൻഡിൽസിൻ്റെയും നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അതിൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.